നമസ്കാരം. പിണറായി സർക്കാരും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും യാതൊരു തരത്തിലും ജനങ്ങളെ വെറുതെ വിടില്ല. ഉപകാരം ചെയ്യില്ല എന്നത് മാത്രമല്ല, ഉപദ്രവം ചെയ്യുക മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നതാണ് ദയനീയാവസ്ഥ. വൈദ്യുതിയുടെ പേരിൽ ജനങ്ങളെ കഴുത്തറക്കുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ സൗരോർജ്ജത്തിന്റെ പേരിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. സൗരോർജ്ജത്തിന്റെ പേരിലും ഇപ്പോൾ ഫണ്ട് വകയിരുത്താനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജത്തിന്റെ വിലയിടിയുന്ന ശുപാർശയുമായി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. റൂഫ് ടോപ്പ് സോളാർ ഉൾപ്പെടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജത്തിന് ഇനി ഇത് ബാധകമാകുമെന്നാണ് സൂചന. ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ നീക്കം. വീടുകളിൽ സോളാർ പാനൽ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഉപഭോഗശേഷം വരുന്ന സൗരോർജ്ജം KSEBയുടെ ഗ്രിഡുകളിലേക്ക് നൽകുമ്പോൾ സോളാർ വൈദ്യുതി നിരക്ക് നൽകും എന്നതാണ് ഇതിന്റെ പിന്നാലെ അറിയിച്ചിരിക്കുന്നത്. സോളാർ പാനലുകൾ സ്ഥാപിച്ചവർ KSEBയിൽ നിന്നും നേരിട്ടുള്ള വൈദ്യുതി ഉപയോഗിക്കുന്നവർ KSEB താരിഫും നൽകേണ്ടി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആകെ വൈദ്യുതി ഉപയോഗത്തിൽ നിന്ന് സൗരോർജ്ജ ഉൽപാദനം എത്ര യൂണിറ്റ് ആണോ അത് കുറച്ചിട്ട് ബാക്കി വരുന്ന യൂണിറ്റ് മാത്രം KSEB താരിഫ് നൽകിയാൽ മതി എന്നാണ് റിപ്പോർട്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സൗരോർജ്ജ പദ്ധതികളുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. സൗരോർജ്ജ ഉൽപാദനത്തിന് നിലവിലെ യൂണിറ്റ് നിരക്കായ 2.69 രൂപയായിരിക്കും കണക്കാക്കുക. എന്നാൽ വീടുകളിൽ സൗരോർജ്ജം എന്ന പദ്ധതി കൊണ്ടുവന്നതിലൂടെ ജനങ്ങൾക്ക് വൈദ്യുതി ബില്ലിന്റെ ഭാരം കുറയ്ക്കാമെന്നെല്ലാം പറഞ്ഞായിരുന്നു സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതെങ്കിലും ഇപ്പോൾ ആ ഒരു പദ്ധതിയുടെ പേരിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. സംസ്ഥാനത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 40% വരെ സബ്സിഡിയോടെ പുരപ്പുറത്ത് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്നുവെന്നും ആ ഒരു പദ്ധതിയുടെ പേരാണ് സൗര പദ്ധതി എന്നുമെല്ലാമായിരുന്നു അന്ന് പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. പദ്ധതിക്കാകെ ചെലവിന്റെ സബ്സിഡി കഴിച്ചുള്ള തുക മാത്രം ഉപഭോക്താവ് നൽകിയാൽ മതിയെന്നും ഏറ്റവും വലിയ പ്രത്യേകതയെ അന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചവരെ മാത്രമേ എംപാനൽ ചെയ്തിട്ടുള്ളൂ എന്നും പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് KSEBയിൽ ടെസ്റ്റ് ചെയ്ത സോളാർ പാനലുകളും ഇൻവെർട്ടറുകളും മാത്രമാണ് എന്നും സർക്കാർ അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി സർജ് പ്രൊട്ടക്ടർ, LA, എർത്തിങ് എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് നൽകിയതായിട്ടും ഈ സ്കീമിന്റെ ഭാഗമായി സർക്കാർ അന്ന് അവകാശപ്പെട്ടു. കുറഞ്ഞത് 75% പെർഫോമൻസ് എഫിഷ്യൻസിയും ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ടെൻഡർ വഴി ഉറപ്പാക്കിയ കുറഞ്ഞ നിരക്കിൽ പ്ലാന്റ് സ്ഥാപിച്ച് നൽകുന്നതിനൊപ്പം ഈ സ്കീമിൽ സ്ഥാപിച്ച പ്ലാന്റുകൾക്ക് 5 വർഷത്തെ O&M സർവീസ് ഡെവലപ്മെന്റ് മുഖേന ഉറപ്പ് നൽകുകയും ചെയ്തു. പാനലുകൾക്ക് 25 വർഷത്തെ പെർഫോമൻസ് വാറന്റിയാണ് സർക്കാർ നൽകിയിരുന്നത്. ഇങ്ങനെയെല്ലാം പരസ്യം നൽകിക്കൊണ്ട് നടത്തിയിരുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഈ പദ്ധതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി സോളാർ ഘടിപ്പിച്ചു, മിച്ചം വരുന്ന വൈദ്യുതി സർക്കാരിന് നൽകി. എന്നാൽ അതിന്റെ തുക ഇപ്പോഴും വീട്ടുടമകൾക്ക് പലർക്കും നൽകാനുണ്ട് എന്നതാണ് സൂചന. അതൊന്നും കൂടാതെയാണ് ഇപ്പോൾ ഈ സോളാർ വൈദ്യുതിയുടെ നിരക്കിൽ ഇളവ് വരുത്തുന്നു എന്ന രീതിയിൽ സർക്കാർ തീരുമാനങ്ങൾ നടത്തുന്നത്.